പാലക്കാട് ജില്ലയിലെ പിരായിരിയിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധവും അരനൂറ്റാണ്ടിലധികം പഴക്കവുമുള്ള ക്ഷേത്രമാണ് തരവത്തപ്പടി നവനീത കൃഷ്ണ ക്ഷേത്രം. ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ ഇടകലർന്ന് കിടക്കുന്ന അപൂർവം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തരവത്തപ്പടി നവനീത കൃഷ്ണ ക്ഷേത്രം. നമോ ഭഗവതേ വാസുദേവായ. പിരായിരി തരവത്തപ്പടി ശ്രീ നവനീത കൃഷ്ണ ക്ഷേത്രം നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള എല്ലാ വഴിപാടുകളും ക്ഷേത്രത്തിൽ വളരെ ഗുരുവായൂരിന് സാമ്യമായി വളരെ ചെറുതായി ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളായിട്ടുള്ള പൂജകളൊക്കെ ചെയ്തു വരാറുണ്ട്. ക്ഷേത്രതന്ത്രി ഗുരുവായൂരും ശബരിമലയിലും മേശാന്തിയായിരുന്ന തെക്കിനടുത്ത് മന കൃഷ്ണൻ നമ്പൂതിരിയാണ് ക്ഷേത്രതന്ത്രി. അദ്ദേഹം തിരുവല്ലാമല കാരനായ ഒരു നമ്പൂതിരിയാണ് ക്ഷേത്ര മേശാന്തി സൂര്യനാരായണ അദ്ദേഹമാണ്. ക്ഷേത്ര ജീവനക്കാരായി 4-5ഓളം പേരുണ്ട്. ക്ഷേത്ര കമ്മിറ്റിക്കാർ ഭാരവാഹികളുണ്ട്. മാതൃസമിതി ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ മാതൃസമിതി നവനീത കൃഷ്ണ സത്സംഗ സമിതിയുണ്ട്. ഇവരുടെ എല്ലാം പൂർണ്ണ സഹകരണത്തോടു കൂടി ക്ഷേത്രം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നു. ശ്രീകൃഷ്ണ സങ്കല്പത്തിന് പ്രാധാന്യമേറിയതും വലങ്കയിൽ വെണ്ണ വാരിയെടുത്തതും ഇടങ്കയിൽ വെണ്ണക്കുടവുമായി നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ സങ്കല്പത്തിലുള്ള ഭഗവത് സ്വരൂപമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു ഗുരുവായൂരിൻ്റെ ഏകദേശം സാമ്യമായിട്ട് കുട്ടികൾ കെട്ടിക്കളിച്ച അമ്പലം പോലെ ആയിരുന്നു ഇത്. അത് മാറി വളരെ വിപുലമായിട്ട് ക്ഷേത്രത്തിനകത്ത് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയി അകത്ത് കയറി ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഭഗവാനെ തൊഴുതു നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ണി ഗണപതിയെ കാണുന്നു. ഉണ്ണി ഗണപതിയെ തൊഴുന്നു. അത് കഴിഞ്ഞ് മേശാന്തി പ്രസാദം കൊടുക്കുന്ന അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ ചുറ്റി വന്ന് എത്തുമ്പോൾ ഇടത്തരകത്ത് ഭഗവതിയെടുത്തെത്തും. ഭഗവതി മേൽക്കൂരയൊന്നും ഇല്ലാതെ ദുർഗാഭാവത്തിലാണ് ഭഗവതി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് തരവത്തപ്പടിയിലെ നവനീത ക്ഷേത്രത്തിലെ. അതിന് നമ്മളൊരു കുട്ടി ഗുരുവായൂരെന്ന് പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രം മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രം ഇന്ന് പാലക്കാടിലെ കുട്ടി ഗുരുവായൂർ എന്നും അറിയപ്പെടുന്നു. ചുറ്റുവിളക്കുകളാൽ അലങ്കരിക്കപ്പെട്ട ശ്രീകോവിലിനുള്ളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്ന രീതിയിലാണ് ഭഗവത് പ്രതിഷ്ഠയുള്ളത്. പ്രായമായ അമ്മമാരൊക്കെ രാവിലെ വന്ന് എണീറ്റ് രാവിലെ നേരത്തെ തണുപ്പത്തൊക്കെ കുളി കഴിഞ്ഞ് നേരത്തെ വന്ന് ഭഗവാനെ തൊഴുന്നുണ്ട്. അതിൽ വൈകുന്നേരം അതിലൊക്കെ അമ്പലം ക്ഷേത്രത്തിൽ നമ്മൾക്കത് കൊണ്ടു നടത്താൻ ഭഗവാൻ ഒരു ഭാഗ്യം തന്ന നമ്മൾക്ക് അതിൻ്റെ ഒരു നല്ലൊരു ഭക്തി ഉണ്ടായി. അല്ലെങ്കിൽ ഭക്തി കൊണ്ടുള്ള അഹങ്കാരം ഉണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. അഹങ്കാരം കൊണ്ടുള്ള ഭക്തി ഉണ്ടായിട്ടില്ല, ഭക്തി കൊണ്ടുള്ള അഹങ്കാരം ഉണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. അത് ഭഗവാൻ തെളിയിച്ചു തന്നിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതിയും വനദുർഗിയും ഈ സന്നിധിയിൽ വാണരുളുന്നു. ഗുരുവായൂരിലെ പോലെ വെയിലും മഴയും കൊണ്ട വനദുർഗ ഇവിടെ കുടികൊള്ളുന്നു.
ഒരു 5 പ്രാവശ്യമോ 6 പ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ, അത് ഗുരുവായൂരപ്പൻ്റെ നവീകൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ഏത് ഭാഗത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഉപദൈവങ്ങളായിരിക്കണ ചില ശിവക്ഷേത്രങ്ങളിലോ ഭൗതിക ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുവായൂരപ്പൻ ഉണ്ടാവാറുണ്ട്. അവിടെ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു 5-6 പ്രാവശ്യം നമ്മൾ അവിടെ പോയി തൊഴുന്നു. ഭഗവാനെ ഒന്ന് ഗുരുവായൂർ 2 വർഷവും 5 വർഷവും 10 വർഷമായിട്ട് ഗുരുവായൂർ പോകാൻ പറ്റാത്തവരും പോകാത്തവരും ഇപ്പോഴും ഉണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവിടെയുള്ള ഒരു സാമ്യം, ഭഗവാൻ അതിന് ഒരു അനുഗ്രഹം ഉണ്ടായി ഗുരുവായൂർ തൊഴാന്നാണ് പറയുന്നത്. നമ്മളൊരു 10 പ്രാവശ്യം നമ്മൾ അടുത്തുള്ള അമ്പല ഗുരുവായൂരപ്പനെ പോയി തൊഴുമ്പോൾ അവിടെ ഒരു പ്രാവശ്യം ഒരു അവസരം ഭഗവാൻ നമുക്ക് നല്ല തിരക്കിലൊന്നും പെടാതെ വളരെ തിരക്ക് കൂട്ടാതെ നിന്ന് തൊഴാനുള്ള അവസരം കിട്ടും. നമ്മൾ ചില സുവർണ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ അറിയാറുണ്ട്, അതായത് ഇന്ന് വരെ ഒരു 10,000 പ്രാവശ്യം തൊഴുതിട്ടുണ്ടെങ്കിലും ഇന്ന് തൊഴുതിയ പോലെയല്ല, ഇത്ര കാലം തൊഴുതിയ പോലെയല്ല ഇന്ന് തൊഴുതിയത്. ഇന്ന് കൺകുള്ളരെ കണ്ടു ഭഗവാനെ എന്ന് പറഞ്ഞൊരു മനസ്സിക്കൊരു തൃപ്തിയാവാറുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. അത് എവിടെ ആയിക്കോട്ടെ, ശബരിമല ആയിക്കോട്ടെ, ഗുരുവായൂർ ആയിക്കോട്ടെ, തിരുപ്പതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദ്വാരക ആയിക്കോട്ടെ, എവിടെയും ഏതെങ്കിലും ക്ഷേത്രങ്ങളൊക്കെ പോയാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവപ്പെടാറുണ്ട്. ആ അനുഭവം നമുക്ക് കിട്ടാൻ അതിൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരഭക്തിയാണ് അതിന് സത്യം. ക്ഷേത്രത്തിൽ മിഥുനമാസത്തിലാണ് ഉത്സവം നടക്കുന്നത്. അഷ്ടമി രോഹിണി നാളിൽ നടക്കുന്ന ഉണ്ണിക്കണ്ണന്മാരുടെ ബാലഗോകുലം ഘോഷയാത്ര സംഗമിക്കുന്ന ഇടം കൂടിയാണിവിടം. 50 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രം 2009 മുതലാണ് നവീകരിച്ചത്. 2011 ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും 2024 മഹാകുംഭാഭിഷേകവും നടത്തി വന്നു. ശ്രീമദ് ഭാഗവത സപ്താഹവും പ്രതിഷ്ഠാ ദിനവും 22-ാം തീയതി വരെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നു. അതിലേക്കായി എല്ലാ ഭക്തരെയും, എല്ലാ അമ്മമാരെയും, എല്ലാ വീട്ടിലുള്ള എല്ലാ അമ്മമാരും ഈ ക്ഷേത്രസന്നിധിയിൽ എത്താനും 10 ദിവസം ഇവിടെ ചെലവഴിക്കാനും ഉള്ള ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശിശുരൂപങ്ങളിൽ ഒന്നാണ് നവനീത കൃഷ്ണൻ. ഈ രൂപത്തിൽ ഒരു വെണ്ണക്കല്ല് കഴിച്ചതിൽ സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതായി ബാലകൃഷ്ണനെ കാണാം. നവനീത കൃഷ്ണനിൽ ദമ്പതികൾ ആരോഗ്യമുള്ള കുട്ടികൾക്കായി പ്രാർത്ഥനകൾ നടത്തുന്നു. കുട്ടികളുടെ രോഗങ്ങൾ നേരത്തെ സുഖപ്പെടാനും കുട്ടികളില്ലാത്ത ദമ്പതികളും വിഗ്രഹത്തിനു മുന്നിൽ സങ്കടത്തോടെ പ്രാർത്ഥിക്കാറുണ്ട്. കയറാൻ വയ്യാത്ത അമ്മമാരോ അച്ഛന്മാരോ കണ്ണും കാലും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ശബരിമലയ്ക്ക് കയറുമ്പോൾ ഭഗവാൻ എനിക്ക് തൊഴിൽ തൃപ്തിയായി അടുത്ത പ്രാവശ്യം ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അവർ വീണ്ടും പിന്നെയും 1 മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ വീണ്ടും മാറിയിട്ട് ഭഗവാനെ തൊഴാൻ തോന്നിപ്പോവും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നിറയുണ്ട്. അതിൽ കരുവത്തപ്പടിയിൽ അങ്ങനെ തൊഴാൻ വരുന്ന ഭക്തന്മാർ കുറേ ഉണ്ട്. നവനീത കൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം. ഭഗവാന്റെ ഇഷ്ടവിഭവമായ പാൽപ്പായസം തന്നെയാണ് നേദ്യവും. കൂടാതെ കടുമധുരം, ഉണ്ണിയപ്പം, ഒറ്റയപ്പം, അട, തിരുമുൽക്കാഴ്ച എന്നിവയും പ്രധാന വഴിപാടായി നൽകുന്നു.
അതുപോലെ ക്ഷേത്രത്തിലെ നിത്യപൂജാ വഴിപാടാണ് ഉള്ളത്. നിത്യപൂജാ വഴിപാടെന്ന് പറയുന്നത് ഐക്യമത്യത്തിനും ധന്വന്തരി മന്ത്രവും ചേർന്നുകൊണ്ടുള്ള നക്ഷത്രങ്ങൾക്ക് മലയാള മാസത്തിലെ ഒരു നക്ഷത്രത്തിന് ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു പൂജ കഴിച്ചിട്ടുണ്ടാക്കുന്നത് 800ഓളം വീടുകൾ നമ്മുടെ ക്ഷേത്രത്തിലുണ്ട്. അതുപോലെ ഭഗവതിക്ക് 30 വെള്ളിയാഴ്ച മുട്ടറക്കലാണുള്ളത്. നാളികേരം മുട്ടറക്കൽ കടാമ്പുഴ പോലെ വനദുർഗയായതുകൊണ്ട് കടാമ്പുഴ പോലെ മുട്ടറക്കലുണ്ട്. 30 വെള്ളിയാഴ്ച മലയാള മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും കാലത്ത് ഉണ്ടാവും. അതുപോലെ കടുമധുരം, ഉണ്ണിയപ്പം, ഒറ്റപ്പം, അട എല്ലാ പൂജകളുമുണ്ട്. രാത്രി തൃപ്പുക വരെ, ഗുരുവായൂരുള്ള തൃപ്പുക വരെയുള്ള പൂജകളൊക്കെ കഴിക്കാറുണ്ട്. അതുപോലെ അഗസ്ത്യ വഴിപാടാണ് ഗുരുവായൂർ ചെയ്യുന്ന പോലെ 3000 രൂപ ചീട്ടാക്കി. ചിലർക്കൊന്നും ഉദയാസമന പൂജ കഴിക്കാനത്തില്ല, 1 ലക്ഷം രൂപയോളം ചിലവാകും. ഉദയാസമന പൂജ വരെ ഉണ്ട്. ഉദയാസമന പൂജ കഴിക്കാൻ സാഹചര്യം കൊണ്ട് പറ്റില്ലെങ്കിൽ 3000 രൂപ ചിലവാക്കി വീട്ടിലത്തെ നക്ഷത്രത്തിൽ ആരുടെയും ഒരാളുടെ പേരിൽ കുടുംബനാഥൻ്റെ പേരിൽ ചെയ്യാറുണ്ട്. അതിൽ രാവിലെ മുതലുള്ള എല്ലാ പൂജയിലും അവർ ഉൾപ്പെടും. അവർക്ക് കാലത്തുള്ള പാൽപ്പായസം, ത്രിമധുരം, വെണ്ണനേദ്യം, അത് കഴിഞ്ഞ് ചുറ്റുവിളക്ക്, ദീപസ്തംഭം, വൈകുന്നേരം നെയ്പ്പായസം, അട ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പ്രസാദം അവർക്ക്. മണ്ഡലകാലം 41 ദിവസവും ക്ഷേത്രത്തിൽ ഭജനയും കർക്കിടക മാസത്തിൽ രാമായണ പാരായണവും എല്ലാ ദിവസവും കർക്കിടക കഞ്ഞിയും നൽകി വരുന്നുണ്ട്. ഗുരുവായൂർ ശബരിമല മുൻ മേൽശാന്തി തെക്കിനിയടത്ത് മന കൃഷ്ണൻ നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി. സൂര്യനാരായണൻ മേൽശാന്തിയുമാണ്. ഒരു വർഷത്തെ നിറയെ വിശേഷാൽ പൂജകൾ നടത്തുന്ന ക്ഷേത്രമായി മാറിയിരിക്കുന്നു. മണ്ഡലം 41 എല്ലാ വൈകുന്നേരവും ഭജനയോടുകൂടി മണ്ഡലം 41 അയ്യപ്പനെ മണ്ഡലകാലത്ത് പൂജ ചെയ്യാറുണ്ട്. അതുപോലെ അഷ്ടമിരോഹിണി ഗ്രാരി പഞ്ചായത്തിലുള്ള ഏകദേശം ക്ഷേത്രങ്ങളിലൊക്കെ കൂടി ബാലഗോകുലത്തിന് ഗുരുവായൂരപ്പൻ്റെ നവനീത കൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണന്മാരുടെയൊക്കെ വേഷം ധരിച്ച എല്ലാവരും ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേരാറുണ്ട്. എല്ലാ ഘോഷയാത്രയായി ഇവിടെയാണ് സമാപനം. അതുപോലെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ പാരായണങ്ങളും നാരായണീയും ഒക്കെ ചേർന്ന് എല്ലാ അമ്മമാരും കൂടി ചേർന്ന് ക്ഷേത്രമറ്റത്ത് നടത്തി വൈകുന്നേരം വരെ നാരായണീയമൊക്കെ നടത്തി എല്ലാ വിശേഷാൽ നാമജപങ്ങളോടുകൂടി അന്ന് എല്ലാ ദിവസവും ക്ഷേത്രമറ്റത്ത് കഞ്ഞി കൊടുത്ത്, കർക്കിടക കഞ്ഞി കൊടുത്ത് അങ്ങനെ ചടങ്ങുകൾ ചെയ്യാറുണ്ട്. നവനീത കൃഷ്ണനെ ഒരു നോക്ക് കാണുവാനും തിരുമുമ്പിൽ സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം വാങ്ങുവാനും ദിവസം തോറും നിരവധി ഭക്തജനങ്ങളാണ് ഈ ചൈതന്യ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഈ സപ്താഹത്തിലും ഈ ഉത്സവത്തിലൊക്കെ എല്ലാ ഭക്തജനങ്ങളും ഒരു പ്രാവശ്യം ഒരു നേരം മൂലം വന്ന് ഗുരുവായൂരിനെ തൊഴുതാനുള്ള ഒരവസരം അവർക്കുണ്ടാകട്ടെ. അവരെല്ലാവരും മനസ്സിൽ ഉറച്ച തീരുമാനത്തോടെ ഭഗവാനെ തൊഴാൻ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പ്രത്യേകം ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇത് കേൾക്കുന്നവരും കാണുന്നവരും പരസ്പരം സുഹൃത്തുക്കൾക്കോ വിഷമം പറയുന്നവർക്കോ നമുക്കിങ്ങനെ നവനീതകൃഷ്ണൻ്റെ അവിടെ പോയി ഒന്ന് തൊഴുതാന്നുള്ളൊരു തോന്നലുണ്ടാവട്ടെ. എല്ലാവരും ഈ സന്നിധിയിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പ്രത്യേകം നന്ദി, നമസ്കാരം.